അവർ കാണാൻ സമ്മതിക്കുന്നില്ല എന്നെ. എനിക്ക് നിങ്ങളൊന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? എനിക്കിനി അവളെ കാണാൻ പറ്റൂലേ? അവർക്ക് അങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ, നിന്റെ ഭാര്യയല്ലേ. അമ്മേ, ഇവര് സമ്മതിക്കോ? അവരോടൊക്കെ പോവാൻ പറ. നമ്മൾ ഒരുമിച്ച് ജയിക്കൂ. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. മോൾ ടെൻഷൻ ആവാണ്ടിരിക്കട്ടോ. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ. കുറേ ആളുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഇൻസൾട്ട് ചെയ്ത ഒരാളുടെ വീട്ടിലേക്ക് നീ മടങ്ങിപ്പോയാ നാട്ടുകാർ ചിരിക്കൂലേ? അപ്പൊ അതാണ് കാര്യം. അവൻ വന്ന് വിളിച്ചാ ഞാൻ പോവും. നീ പോയിക്കോ. പിന്നെ പിന്നെ നിനക്ക് ഈ ഉമ്മയും ഉപ്പയും ഇല്ല. ഞങ്ങൾ മരിച്ചാൽ പോലും നീ ഇങ്ങോട്ട് വരണ്ട. പിന്നെ ഞങ്ങളെ മാത്രല്ല, നീ എടുത്തു വളർത്തിയ നിന്റെ ഇക്കാക്കാന്റെ മോള്, അവളെയും നീ എനിക്ക് കാണില്ല. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ഇനി അവളെയോ ഞങ്ങളെയോ കാണാൻ പറ്റില്ല നിനക്ക്. എടോ, തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾക്കും ഞങ്ങൾക്കും താല്പര്യമില്ല. ഞാൻ മാന്യമായിട്ട് സംസാരിക്കാനാ വന്നത്. എനിക്ക് സംസാരിക്കണം. ഞങ്ങൾക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ എത്ര സമയം വേണമെങ്കിലും എടുത്തോ. എനിക്ക് സംസാരിക്കണം. ഞാൻ സംസാരിച്ചിട്ടേ പോവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും. ഇനി എന്നെ പുറത്താക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ഗേറ്റിന്റെ അടുത്ത് പോയി നിൽക്കും. അവിടുന്ന് നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എപ്പോഴാണോ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുക അതുവരെ ഞാൻ പുറത്തുണ്ടാവും. രാത്രി ആയിക്കോട്ടെ, പകലായിക്കോട്ടെ. എന്താ നിനക്ക് ഇത്ര സംസാരിക്കാനുള്ളത്? അവളുടെ വാപ്പാന്നുള്ള എല്ലാ റെസ്പെക്റ്റോടു കൂടിയും പറയാം. എന്റെ വൈഫിനെ എനിക്ക് വേണം. അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങൾക്ക് സമ്മതമാണോ അല്ലേ? നിന്റെ ആ വീട്ടിലേക്ക് എന്റെ മോളിനി വരില്ല. അവളെ ഞങ്ങൾ വിടില്ല. ഞങ്ങൾക്ക് റെസ്പെക്ട് ഇല്ലാത്തടത്ത് എന്റെ മോള് വരില്ല. നിന്റെ വാപ്പ എന്നോട് വർത്താനം പറഞ്ഞത് അത് നീ അറിഞ്ഞിട്ടുണ്ടാവില്ല. നീ അറിഞ്ഞോ? പിന്നെ അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഈ കല്യാണത്തിന്. അവൾക്ക് വിവാഹത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ കൂടി നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാ. അതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് അവളെ ഞങ്ങൾ ഇനി അങ്ങോട്ട് പറഞ്ഞു. അവൾ എന്റെ ഭാര്യയാണെങ്കിൽ അവൾ ഇല്ലാണ്ട് ഇവിടെ ഞാൻ പോവില്ല. നിങ്ങൾ സമയം എടുത്ത് ആലോചിച്ചോ? അവളെ എനിക്ക് വേണം. ഞങ്ങൾക്ക് ആലോചിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? നിങ്ങളൊക്കെ കൂടി ഡിവോഴ്സ് നോട്ടീസ് അയച്ചേ. ബട്ട് അവൾക്ക് വേണ്ടത് ഡിവോഴ്സ് അല്ല, എന്നെയാണ്. അവൾ എന്റെ മോളാണ്. ആണോ? അപ്പൊ നിങ്ങളുടെ മോക്ക് എന്താ വേണ്ടത് നിങ്ങൾക്കറിയില്ല? നിങ്ങൾ നിങ്ങളുടെ മോളോട് ചോദിക്കുക അവൾക്ക് എന്താ വേണ്ടത്. അവളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാം അവൾക്ക് എന്താ. നിങ്ങളുടെ മകളുടെ ജീവിതം വെച്ചാണോ നിങ്ങൾ വാശി കാണിക്കുന്നത്? നിങ്ങളോട് തെറ്റ് ചെയ്തത് എന്റെ വാപ്പയല്ലേ? നീ എന്താ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാ? ഞാൻ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നല്ല. ഞാൻ നിങ്ങളുടെ മോൾക്ക് വേണ്ടി. എനിക്ക് നിങ്ങളുടെ മോളെ വേണം. നിങ്ങൾക്ക് തരേണ്ട എല്ലാ റെസ്പെക്റ്റും ഞാൻ തരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക നിങ്ങളുടെ മോളെ എനിക്ക് തരുമോ? നീയുമായിട്ടൊരു ബന്ധം ഞങ്ങൾക്കും അവൾക്കും താല്പര്യമില്ല. അപ്പൊ നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റില്ല? ഇല്ല. ഓക്കെ. നിങ്ങളുടെ ഇമാമിന് ഈ കാര്യത്തിൽ എന്താ അഭിപ്രായം എന്നറിയോ? ഇമാമിനെയൊക്കെ എന്തിനാ ഇതിൽ വലിച്ചിടുന്നത്? ഇനി ഞാൻ നിങ്ങൾക്കെതിരെ ലീഗലി മൂവ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അറിയോ? നീ ആരെയും പേടിപ്പിക്കുന്നേ? ഹലോ, ഞാൻ അവളുടെ വാപ്പ കൊടുക്കാം. ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. എനിക്കാരോട് സംസാരിക്കാനില്ല. സ്പീക്കറിലിടാം. ഹലോ, സ്പീക്കറിലാണ്, സംസാരിച്ചോ.